വാർത്തകൾ വിശദമായി നോക്കാം. സുന്നി ഐക്യത്തിന് ആഹ്വാനം ചെയ്ത് സമസ്ത ശതാബ്ദി സമ്മേളനത്തിൽ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്ത വിട്ടുപോയ സംഘടനകളും വ്യക്തികളും തിരികെ എത്തണമെന്ന് മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. കാന്തപുരം വിഭാഗത്തിനും പരോക്ഷ ക്ഷണം. സമസ്ത പറയുന്നത് സമുദായം കേൾക്കുമെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. الأستاذ الدكتور أحمد الطيب شيخ الأزهر الشريف، وقد جئت نائبا عن فضيلة الإمام الأكبر الأستاذ الدكتور أحمد الطيب شيخ الأزهر الشريف حفظه الله تعالى، الذي يدعم جمعية عموم علماء ഏതെല്ലാം സുന്നി സംഘടനകളുണ്ടോ അവരൊക്കെ ആ മാതൃസംഘടനയിലേക്ക് മടങ്ങി വരണം. നമ്മൾ ഗർവാഫസി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ നമ്മൾ പറയണത് വിട്ടുപോയ എല്ലാ സുന്നി സംഘടനകളും അവർ സമസ്തയുള്ള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ മാതൃസംഘടനയിലേക്ക് അവർ തിരിച്ചു വരണം. സമസ്ത കേരളത്തിന്റെ ബഹുജന പണ്ഡിത സഭ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഭീകരവാദത്തിനും തീവ്രവാദത്തിനുമെതിരെ സമസ്ത വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്തെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ ബഹുജന പണ്ഡിത സഭയാണല്ലോ ഇത്. മനുഷ്യത്വപൂർണമായ പ്രവർത്തനങ്ങളിലാണ് നിങ്ങൾ ഏർപ്പെട്ടു പോരുന്നത് എന്നത് അടുത്തു നിന്ന് കാണാനുള്ള സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. സരീഷ് പിക്കെയാണ് വിവരങ്ങളുമായി ചേരുന്നത്. സരീഷ്, ജനസാഗരങ്ങളാണ് ഈ ഒരു ശതാബ്ദി ആഘോഷത്തിലേക്ക് വന്നത് എന്നുള്ളതാണ്. അവിടെയാണ് സുന്നി ഐക്യത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. എങ്ങനെയായിരുന്നു ഇന്നത്തെ ഈ ഒരു പരിപാടി നടന്നത്? മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഒക്കെ ഏതു രീതിയിലായിരുന്നു? സമസ്തയുടെ 100ാം വാർഷിക സമാപന സമ്മേളനത്തിലാണ് സുന്നി ഐക്യത്തിന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ ആഹ്വാനം ചെയ്തത്. കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിലാണ് ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എടുത്തത്. അതിന് കാരണമായി അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ 100 വർഷത്തിനുള്ളിൽ ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സമസ്ത സമസ്തയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന പല വ്യക്തികളും സംഘടനകളും സമസ്തയെ വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള സുന്നി സംഘടനകൾ അവരെല്ലാവരും തന്നെ തിരിച്ചു വരണം എന്നുള്ളതാണ് സമസ്തയുടെ ആഗ്രഹം. അതോടൊപ്പം തന്നെ ചില വ്യക്തികൾ ഇത്തരത്തിൽ പിണങ്ങി പല ഘട്ടങ്ങളിലായി പോയിട്ടുണ്ട്. അത്തരത്തിലുള്ള വ്യക്തികളും തിരിച്ചു വരണം എന്നൊരാഗ്രഹം സമസ്തയ്ക്കുണ്ട്. അത് ഈ അടുത്ത വർഷത്തിനുള്ളിൽ, അതായത് അടുത്ത 100 വർഷത്തേക്ക് ഉള്ള പദ്ധതികൾ തയ്യാറാക്കുകയാണ്. അടുത്ത കാലഘട്ടത്തിനുള്ളിൽ തന്നെ ഇവരെല്ലാം തിരിച്ചു വരണം, എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് മുന്നോട്ട് പോകണം. അത്തരത്തിലുള്ളൊരു വിട്ടുവീഴ്ച സമസ്തയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളതാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ വ്യക്തമാക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സുന്നി സംഘടനകൾ സമസ്തയോട് യോജിക്കാതിരിക്കുകയും സമസ്തയുടെ നിലപാടുകൾക്കെതിരെ പരസ്യമായി രംഗത്ത് വരികയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ചില സംഘടനകൾ വിട്ടുപോവുകയും ചെയ്തിരുന്നു. അവരെല്ലാവരും തന്നെ തിരിച്ചു വരണം എന്നുള്ളതാണ് ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഖ്യമന്ത്രി കൂടി സമസ്തയ്ക്ക് എല്ലാ ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വർഗീയ ശക്തികൾ രാജ്യത്ത് വ്യാപകമായി പിടിമുറുക്കുകയാണ്. അതിനെതിരെ, വർഗീയതയ്ക്കെതിരെ പ്രവർത്തിക്കാൻ സമസ്തയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും വർഗീയത, അതായത് മതപണ്ഡിതന്മാരുടെ സംഘടനയാണ് സമസ്ത. ആ സമസ്ത ശക്തിമായി അല്ലെങ്കിൽ വൈജ്ഞാനികമായി നിൽക്കുന്നതിന് പകരം മറ്റ് രീതിയിലേക്ക് പോകുമോ എന്നൊരാശങ്കയുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മാറ്റി ഇപ്പോൾ വൈജ്ഞാനികമായി തന്നെ ആളുകളെ ഒപ്പം നിർത്തുകയും വർഗീയതയ്ക്കെതിരെ പോരാടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് എന്ന് കൂടി അദ്ദേഹം പറയുന്നു. ശരി സരീഷ്.